വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിനെതിരെ ഗുരുതര ആരോപണവുമായി രാഹുൽ ഗാന്ധി. പാകിസ്ഥാന്റെ ഭീകര കേന്ദ്രങ്ങൾ ആക്രമിക്കും മുമ്പ് പാക് സർക്കാരിനെ വിവരങ്ങൾ അറിയിച്ചെന്ന ആരോപണം. ആക്രമണ വിവരം മുൻകൂട്ടി പാകിസ്ഥാനെ അറിയിക്കാൻ ചുമതലപ്പെടുത്തിയത് ആരെന്നും രാഹുൽ ഗാന്ധി ചോദിച്ചു. അതേസമയം സാമൂഹിക മാധ്യമങ്ങളിൽ വിദേശകാര്യമന്ത്രിയുടേതായി പ്രചരിക്കുന്ന വീഡിയോ വ്യാജമെന്ന് PIB അറിയിച്ചു. എന്നാൽ രാഹുൽ ഗാന്ധി ട്വീറ്റ് ചെയ്ത വീഡിയോ വാർത്താ ഏജൻസി PTI വ്യാഴാഴ്ച മാധ്യമങ്ങൾക്ക് നൽകിയിരുന്നു. ഭീകര കേന്ദ്രങ്ങൾ ആക്രമിക്കുമെന്ന് ആക്രമണത്തിന് മുമ്പ് നമ്മൾ പാകിസ്ഥാനെ അറിയിച്ചിരുന്നു. പാക് സൈന്യത്തെ ആക്രമിക്കുന്നില്ല, അവർക്കിതിൽ നിന്ന് വിട്ടുനിൽക്കാം എന്നായിരുന്നു വിദേശകാര്യമന്ത്രിയുടെ വാക്കുകൾ. ആ നല്ല ഉപദേശം കേൾക്കാൻ പാകിസ്ഥാൻ തയ്യാറായില്ല എന്നും ജയശങ്കർ അന്ന് പറഞ്ഞിരുന്നു. We achieved, the goals which we set out to do by destroying the terrorist infrastructure in Bahawalpur, Muridke, Muzaffarabad and other places. So after that, I think since the key goals were achieved, I think we reasonably took the position because even at the start of the operation, we had sent a message to Pakistan saying we are striking at terrorist infrastructure. We are not striking at the military. So the military has an option of standing out and not interfering in this process. They chose not to take that good advice. Now, once they got hit as badly as they did on the morning of May 10th, and all of you have seen today the satellite pictures which actually bring out very graphically how much damage we did. By the way, the satellite pictures also bring out how little damage they did. So these pictures, I think, will tell you what a hit they took. And the same people who are not willing to stand down on 7th May were willing to talk and stand down on the 10th of May. It is very clear who wanted the cessation of firing. ഇപ്പോൾ നാഷണൽ ഡെസ്കിൽ നിന്നും അശ്വിനി ചേരുകയാണ്. അശ്വിനി, ഏതായാലും മന്ത്രിയുടെ ഈ വാക്കുകൾ വലിയ വിവാദം തന്നെയാക്കുകയാണ് കോൺഗ്രസ്. രാഹുൽ ഗാന്ധി ചോദ്യങ്ങൾ ഉയർത്തിക്കഴിഞ്ഞു. പാകിസ്ഥാനോട് മുൻകൂട്ടി അറിയിച്ചിട്ടായിരുന്നോ ആക്രമണം എന്നുള്ള ഏറ്റവും ഗൗരവതരമായ ചോദ്യം കോൺഗ്രസ് ഉയർത്തിക്കഴിഞ്ഞു. എന്തൊക്കെയായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട് വരാനിടയുള്ള കാര്യങ്ങൾ? കേന്ദ്ര സർക്കാരിന് വിശദീകരിക്കേണ്ടി വരില്ലേ? തീർച്ചയായിട്ടും ലക്ഷ്മി പത്മ, ഇത് കേന്ദ്ര സർക്കാരിന് വിശദീകരിക്കേണ്ടി വരും. കാരണം അത് അത്രയും ഗൗരവതരമായ ഒരു വിഷയമാണ്. ആക്രമണത്തിന് മുൻപ് പാകിസ്ഥാനെ ഇക്കാര്യം അറിയിച്ചിരുന്നു, അല്ലെങ്കിൽ ആക്രമണം നടത്താൻ പോകുന്ന വിവരം പാകിസ്ഥാനെ അറിയിച്ചിരുന്നു, പാകിസ്ഥാൻ സൈന്യത്തിനെ അറിയിച്ചിരുന്നു. അതിൽ പാകിസ്ഥാൻ സൈന്യത്തോട് ഈ ആക്രമണം പ്രതിരോധിക്കാതിരിക്കാനും അതുപോലെ തന്നെ മിലിറ്ററി കേന്ദ്രങ്ങൾ, അതായത് സൈനിക കേന്ദ്രങ്ങളല്ല ആക്രമിക്കുന്നത്, പകരം തീവ്രവാദ കേന്ദ്രങ്ങളാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നതടക്കമുള്ള വിവരങ്ങൾ പാകിസ്ഥാനോട് പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു. ഇത്തരത്തിലുള്ള വിവരം പങ്കുവയ്ക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ ട്വീറ്റിനകത്ത് വ്യക്തമായി കൊടുത്തിട്ടുണ്ട്. കുറ്റകരമാണ്. അതായത് ദേശവിരുദ്ധമായ പ്രവൃത്തി തന്നെയാണ് അതിനെ കണക്കാക്കപ്പെടുന്നത്. ഈ കുറ്റം സർക്കാരിന്റെ അറിവോടുകൂടിയാണോ ചെയ്തിരിക്കുന്നത് എന്നടക്കമുള്ള ചോദ്യങ്ങളാണ് രാഹുൽ ഗാന്ധി ചോദിച്ചിരിക്കുന്നത്. ഇൻഫോമിംഗ് പാകിസ്ഥാൻ അറ്റ് ദ സ്റ്റാർട്ട് ഓഫ് അവർ അറ്റാക്ക് വാസ് എ ക്രൈം. EM has publicly admitted that GOI did it. Who authorized it? How many aircraft did our Air Force lose as a result? എന്നീ ചോദ്യങ്ങളാണ് രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്നത്. അതായത് കേന്ദ്ര സർക്കാരിൻ്റെ അനുമതിയോട് കൂടി തന്നെയാണോ ഈ വിവരം പങ്കുവച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ വിവരം പങ്കുവയ്ക്കാൻ അല്ലെങ്കിൽ ആരാണ് അതോറിറ്റി, അല്ലെങ്കിൽ ആരാണ് അംഗീകാരം നൽകിയത്? ഇതിൻ്റെ പശ്ചാത്തലത്തിൽ, അല്ലെങ്കിൽ ഈ ആക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാൻ സൈന്യം തിരിച്ചടിച്ചു എങ്കിൽ സൈന്യത്തിന്, അല്ലെങ്കിൽ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് എന്തുമാത്രം നഷ്ടമുണ്ടായി, എത്ര വിമാനങ്ങൾ അടക്കം നഷ്ടപ്പെട്ടു എന്നതടക്കമുള്ള വിവരങ്ങൾ എന്തുകൊണ്ട് പങ്കുവയ്ക്കുന്നില്ല എന്നീ ചോദ്യങ്ങളാണ് രാഹുൽ ഗാന്ധി ചോദിക്കുന്നത്. ഈ ചോദ്യം വളരെ പ്രസക്തമാണ്. കാരണം രാഹുൽ ഗാന്ധി ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് തന്നെ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഫാക്ട് ചെക്ക് ഈ വീഡിയോയിൽ പറയുന്ന, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി പങ്കുവയ്ക്കുന്ന വീഡിയോ അത് തെറ്റാണ്, അല്ലെങ്കിൽ അതിനകത്ത് പറയുന്ന വാചകങ്ങൾ മിസ്കോട്ട് ചെയ്തതാണ്, അത് തെറ്റായി ഉദ്ധരിക്കപ്പെട്ടതെന്നാണ് അവർ പറയുന്നത്. അങ്ങനൊരു രീതിയിലുള്ള പ്രസ്താവന വിദേശകാര്യ മന്ത്രി നടത്തിയിട്ടില്ല എന്നും PIBയുടെ ട്വീറ്റ് പറയുന്നുണ്ട്. എന്നാൽ മെയ് 15-ന് PTI ഇൻജസ്റ്റ് ചെയ്ത, അല്ലെങ്കിൽ നമുക്ക് ചാനലുകൾക്കടക്കം ലൈവായിട്ട് ലഭിച്ച ഒരു പ്രതികരണമായിരുന്നു ഇത്. അതിൻ്റെ സ്ക്രീനിങ് അടക്കം നമ്മളിപ്പോൾ അതിനകത്ത് നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അതായത് PTIയുടെ പോർട്ടലിനകത്ത് ഇപ്പോഴും ആ വീഡിയോ കിടപ്പുണ്ട്. നമുക്ക് ആ വീഡിയോ ആണ് നമ്മളിപ്പോൾ നേരത്തെ കേട്ടത്, ആ ബൈറ്റ് തന്നെയാണ് നമ്മളിപ്പോൾ കേട്ടത്. PIBയുടെ വാദം തെറ്റാണെന്ന് തെളിയിക്കുന്ന തെളിവുകളാണ് ഇതെല്ലാം നൽകുന്നത്. അതുകൊണ്ട് തന്നെ PIBയുടെ വാദം നമുക്കിപ്പോൾ തള്ളേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ രാഹുൽ ഗാന്ധി ചോദിക്കുന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് അടക്കം വിശദീകരിക്കാനായി ഒരു സർവകക്ഷി സംഘത്തെ അടക്കം വിദേശ രാജ്യങ്ങളിലേക്ക് നമ്മൾ അയക്കാൻ പോകുന്നതിനിടയിലാണ് ഇത്തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത്. അതായത് നമ്മളൊരു
സൈനിക നീക്കം നടത്തുന്നു, സുപ്രധാനമായ സൈനിക നീക്കം, അതിനെക്കുറിച്ച് പ്രസിഡന്റിന് അല്ലെങ്കിൽ മറ്റുള്ളവരെ പോലും പ്രസിഡന്റിനെ അടക്കമുള്ളവരെ അറിയിക്കുന്നില്ല, പ്രതിപക്ഷ നേതാവിനെ അറിയിക്കാതെ തന്നെ രഹസ്യമായി നടത്തുന്ന ഒരു നീക്കത്തിന്റെ വിവരം നമ്മൾ ആക്രമിക്കാൻ പോകുന്ന രാജ്യത്തിന്റെ സൈന്യത്തെ മുൻകൂട്ടി അറിയിക്കുക എന്നത് പറയുന്നത് തന്നെ അത് വളരെ ഗൗരവതരമായി തന്നെ കാണാം. കാരണം തീർച്ചയായും അത്തരം ചോദ്യങ്ങൾ വരും മണിക്കൂറുകളിൽ വരും ദിവസങ്ങളിൽ ഉയരുമെന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. കാരണം PIB നിഷേധിക്കുന്നുണ്ട് എങ്കിൽ പോലും നമ്മളടക്കമുള്ള മാധ്യമങ്ങൾക്ക് കിട്ടിയ വീഡിയോയാണ് ഇപ്പോൾ മന്ത്രിയുടെ ആ പ്രതികരണമാണ് നമ്മൾ കാണിച്ചത്. അതിൽ കൂടുതൽ വിശദീകരണം എന്തായാലും കേന്ദ്രം നടത്തേണ്ടി വരും.